ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ എന്തൊക്കെ ടേംസ് എന്ന് പഠിച്ചു, ഫീച്ചേഴ്സ് പഠിച്ചു, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു. അതിലൊരു ലാസ്റ്റ് വി നമ്പറിൽ ഒരു കാര്യം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഞാൻ പറയാം. നമ്മൾ വി നമ്പറിൻ്റെ ഇക്വേഷൻ വി ഈക്വൽ ടു 2πa/λ ഇൻറ്റു n1√2 ഡെൽറ്റ. ഫോർ എ നമുക്കറിയാം റേഡിയസ് ഓഫ് ദ കോവ്, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ലാംഡ. ദെൻ ഡെൽറ്റ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ദെൻ അത് വെച്ച് നമുക്ക് നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് ഇടയ്ക്ക് പ്രോബ്ലം ചോദിക്കും, വാട്ട് ഇസ് ദ ടോട്ടൽ മാക്സിമം നമ്പർ ഓഫ് മോഡ്സ് ഇൻ സിംഗിൾ. ചില പ്രോബ്ലംസിലൊക്കെ ഡയറക്റ്റ് ബി നമ്പർ എന്താണെന്ന് ചോദിക്കും. ചില പ്രോബ്ലംസിൽ ഇങ്ങനെ ചോദിക്കും, വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് മോഡ്സ് ഇൻ സിംഗിൾ മോഡ് ഓർ ഗ്രേഡഡ് ഇൻഡെക്സ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഫോർമുല ചെയ്യേണ്ടത്, ഒരു ഫോർമുലയിൽ ഒരു മാറ്റം വരും. ഇതാണ് നമ്പർ ഓഫ് മോഡ്സ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. അതിൽ ദ മാക്സിമം നമ്പർ ഓഫ് മോഡ്സ് സപ്പോർട്ടഡ് ബൈ സിംഗിൾ മോഡ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രേഡഡ് ഇൻഡെക്സ്. അപ്പം മാക്സിമം നമ്പർ ഓഫ് മോഡ്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് n സഫിക്സ് m. nm ഈക്വൽ ടു ഹാഫ് വി സ്ക്വയർഡും ഗ്രേഡഡ് ഇൻഡെക്സിൽ ഹാഫ് v⁴ വരും. കാരണം നമുക്കറിയാം ഗ്രേഡഡ് ഇൻഡെക്സും സിംഗിൾ മോഡും തമ്മിൽ ഡിഫറൻസ് നമുക്കറിയാം. കോണിന്റെ ഡയമീറ്റർ ഗ്രേഡഡ് ഇൻഡെക്സിൽ കൂടുതലാണ്, അതുപോലെ അവിടെ സിംഗിൾ മോഡ് പ്രൊപ്പഗേഷൻ അല്ല, മൾട്ടി മോഡാണ്. അതുകൊണ്ട് ഓൾറെഡി വി നമ്പറിന്റെ വാല്യൂ കൂടും, കാരണം റേഡിയസ് കൂടുതൽ. വി നമ്പറിന്റെ ഇക്വേഷൻ നമുക്കറിയാം 2πa/λ എന്നാണ്. അപ്പോൾ എ തന്നെ കൂടി വരും, അപ്പോൾ വി കൂടും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് മോഡ്സ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബറിൽ സിംഗിൾ മോഡിലാണെങ്കിൽ ഹാഫ് വി സ്ക്വയർഡ് എന്ന് കണ്ടുപിടിക്കണം. മൾട്ടി മോഡ് ആണെങ്കിൽ ഹാഫ് v⁴ എന്ന് പറഞ്ഞു വരും, ഡബിൾ വരും. അപ്പോൾ ചില പ്രോബ്ലത്തിൽ വി നമ്പറും ചോദിക്കും, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോഡ്സും ചോദിക്കുമ്പോൾ വി നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഇതും കൂടി ചെയ്യണം. ഇനി ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇത് പഠിച്ചു വെച്ചോളൂ. കട്ട് ഓഫ് വേവ് ലെങ്ത് ചോദിക്കും. ചിലപ്പോൾ കട്ട് ഓഫ് വേവ് ലെങ്ത് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ചോദിക്കുമ്പോൾ ലാംഡ സി എന്ന് പറഞ്ഞു എഴുതും. കാരണം കട്ട് ഓഫിന്റെ സി, ലാംഡ സി ഈക്വൽ ടു πd/2.405 NA. ഈ ഡി എന്ന് പറയുന്നത് എ തന്നെയാണ് കേട്ടോ, റേഡിയസ് ഓഫ് ദ കോർ തന്നെയാണ്. ഈ ഇക്വേഷനും കൂടി പഠിച്ചു വെച്ചോളൂ. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പ്രോബ്ലംസ് എവിടെ നിന്നൊക്കെ വരാമെന്ന്. നമ്മൾ വി നമ്പറിന്റെ കൂടെ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. നമ്പർ ഓഫ് മാക്സിമം മോഡ്സ് ഇൻ സിംഗിൾ മോഡും പഠിച്ചു, മൾട്ടി മോഡും പഠിച്ചു, അതുപോലെ കട്ട് ഓഫ് വേവ് ലെങ്ത്തും പഠിച്ചു. ഇനി നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ പണ്ട് വരയ്ക്കുമ്പോൾ തന്നെ ഞാൻ പറയും, കുറച്ച് മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. ചില ഒപ്റ്റിക്കൽ സിഗ്നൽസ് അങ്ങ് പുറത്തോട്ട് പോകും. അതിനെ പറയുന്നതാണ് ലോസസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. When a light propagates through optical fiber, a small percentage of light is lost through different mechanism. പല രീതിയിൽ പോവാ, കൂടുതൽ പ്രൊപ്പോർഷൻ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് അവിടെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മെക്കാനിസം നടക്കുള്ളൂ. ചില ലൈറ്റിനൊക്കെ ലോസ് വരും. അങ്ങനെ ലോസ് ആവുന്ന ഒപ്റ്റിക്കൽ ഫൈബർ മെഷർ ചെയ്യുന്നത് നമുക്ക് അറിയണമല്ലോ, എത്രത്തോളം പോകുമെന്ന്. അങ്ങനെയുള്ള നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നത്. കുറച്ച് ലോസ് ഉള്ള ഒപ്റ്റിക്കൽ ഫൈബർ നല്ലതായിരിക്കും, നമുക്ക് നല്ല യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ആ ലോസ് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഡെസിബിൾ പെർ കിലോമീറ്റർ എന്നാണ്. അതിനെ പറയുന്ന പേര് അറ്റന്യൂഷൻ ലോസസ്. ഇപ്പം ഫൈബർ ഒപ്റ്റിക്സിൽ നമ്മൾ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഉള്ളതൊക്കെ ലോസ് ആയിപ്പോൾ ആ ലോസ് ആവുന്ന ഒപ്റ്റിക്കൽ ഫൈബർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡെസിബിൾ പെർ കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ പറയുന്നത് അറ്റന്യൂഷൻ. അറ്റന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൽ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽസ് പോകുമ്പോൾ അതിന്റെ പവർ കുറഞ്ഞുകൊണ്ട് വരും, കാരണം ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് കുറയും. ഇനി അതിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഒപ്റ്റിക്കൽ ഫൈബർ ടു ഇൻപുട്ട്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എടുക്കുക, അതിന്റെ ലെങ്ത് L ആണ്. നമുക്കറിയാം ഉള്ളിലേക്ക് പോകുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിൽ പോകുന്നത് ഇൻപുട്ട് പവർ, അതിന് P ഇൻ എന്ന് പറയാം. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പുറത്തോട്ട് പോകുന്ന പവറിനെ P ഔട്ട് എന്ന് പറയാം. ഈ അറ്റന്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഒപ്റ്റിക്കൽ പവർ ഉള്ളിലോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരും. അപ്പൊ ആദ്യം ഉണ്ടായ പവർ ആയിരിക്കില്ല പുറത്തോട്ട് വരുന്നത്. അപ്പൊ അതിന്റെ അറ്റന്യൂഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല ആൽഫ ഈക്വൽ ടു 10/L log P_in/Pout. P എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ ആൻഡ് P ഔട്ട് ഔട്ട്പുട്ട് പവർ. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഫൈബർ,
ദെൻ 10 നമുക്ക് ലോഗ് കൺവേർട്ട് ചെയ്യണം. നമുക്ക് അപ്പോൾ അറ്റുനേഷൻ്റെ ഫോമിൽ ഡെസിബിൾ പെർ കിലോമീറ്റർ ടേംസിൽ എഴുതണോണ്ട് 10/L എന്നൊക്കെ പറഞ്ഞ് വന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. അറ്റുനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ ഫൈബറിലൂടെ പോകുമ്പോൾ അതിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും ഡിസ്റ്റൻസ് പോലും. അപ്പം അതിൻ്റെ ഡെഫിനിഷനാണ് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഒപ്റ്റിക്കൽ പവർ ടു ഇൻപുട്ട് പവർ. അതാണ് പി ഇൻ ബൈ പി ഔട്ട്. നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ പഠിക്കാം. അപ്പം നമുക്ക് അതിങ്ങനെ എഴുതാം. ഔട്ട്പുട്ട് പവറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. P0 = PI e⁻⁻⁴ എന്ന് പറഞ്ഞു എഴുതാം. വേറെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ അറ്റുനേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിന് നമുക്ക് ലോഗ് എടുക്കാം രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ലോഗ് P0 = log of PI e⁻⁻⁴ എന്ന് പറയാം. ഈ P0 = PI e⁻⁴ എന്ന് പറയുന്നത് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുക. ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ ഫൈബറിലൂടെ പോകുമ്പോൾ അതിനൊരു പവർ കുറഞ്ഞുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ആ P0 = PI e⁻⁻⁴ എന്ന് പറഞ്ഞ് എഴുതണത്. അപ്പോൾ അവിടെ നെഗറ്റീവ് വരുന്നത് പവർ ഡിക്രീസ് ചെയ്യും എക്സ്പോണൻഷ്യലി വിത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ L. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ പഠിക്കുക. എന്നിട്ട് അതിന് നമുക്ക് ലോഗ് എടുക്കുക. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ എന്തോരും ലോഗ് P0 = log PI × e⁻⁻⁴ എന്ന് പറഞ്ഞു. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് ഇക്വേഷൻ 1നെ നമ്മൾ ജസ്റ്റ് ഒരു ലോഗ് കൊടുത്ത് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ രീതിയിൽ എഴുതി. അങ്ങനെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് എഴുതി. ഇനി 2ൽ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കും. ലോഗ് PI × e⁻⁻⁴ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ലോഗ് x × y നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് x + ലോഗ് y എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ റൈറ്റ് സൈഡ് അതൊരു പ്രൊഡക്റ്റ് പോലെ കിടക്കുന്നത്. x ഇവിടെ എന്താ PIയും y എന്ന് പറഞ്ഞാൽ എന്താ e⁻⁻⁴ ആണ്. അപ്പം ലോഗ് XY ദാറ്റ് ഈസ് ലോഗ് PI × e⁻⁻⁴ നമുക്ക് എന്തായിട്ട് എഴുതാം? ലോഗ് PI + ലോഗ് e⁻⁻⁴ എന്ന് പറഞ്ഞ് എഴുതാം. അതാണ് നമ്മൾ ആ ഇക്വേഷൻ 2 ബിക്കംസ് എന്തോന്ന് ലോഗ് P0 = ലോഗ് PI + ലോഗ് e⁻⁻⁴ എന്ന് പറഞ്ഞ് എഴുതി. ഇപ്പം നമുക്ക് മനസ്സിലായി എല്ലാം ലോഗ് പോലെ കിടക്കുന്നുണ്ട്. എല്ലാം ലോഗാണ്. നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ലോഗ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഫുൾ ലോഗ്. നമുക്ക് ലോഗ് e⁻⁻ സംതിങ്ങിന് നമുക്ക് വെറും ഇപ്പം ലോഗ് e⁻x എന്താണ് x ആണ്. അത് മനസ്സിലാക്കാം. ഇനി പവർ എക്സ്പൊണൻഷ്യൽ എന്ത് റേഷ്യോ എന്ത് പവർ വരുവാണെങ്കിൽ അത് ആ സംതിങ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ലോഗ് e⁻x എന്താ x ആണ്. ലോഗ് e⁻⁻x എന്താ -x. ലോഗ് e⁻2 എന്താ 2. ലോഗ് e⁻2 എന്താ -2. അപ്പൊ ഇവിടെ ലോഗ് e⁻⁻⁴ നമുക്ക് എന്തായിട്ട് എഴുതാം? -α L എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ എന്തോരും ലോഗ് P0 = ലോഗ് PI - α L എന്ന് പറയും. ഇപ്പൊ ലോഗ് ആകെ ഉള്ളത് രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, P0 PIയും. അപ്പൊ ലോഗ് ഉള്ളതൊക്കെ ഒരു സൈഡ് ആക്കാം, മറ്റേത് റൈറ്റ് സൈഡിൽ എഴുതാം. നമുക്ക് ആ ലോഗൊക്കെ ലെഫ്റ്റ് സൈഡിലാക്കാം. അപ്പം എന്തോരും ലോഗ് P0 - ലോഗ് PI = -α L. നമുക്കറിയാം ലോഗ് x - ലോഗ് y നമുക്ക് എന്തായിട്ട് എഴുതാം? ലോഗ് x/y എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 3ലെ ലെഫ്റ്റ് സൈഡിന് എന്തായിട്ട് എഴുതാം? ലോഗ് P0 - ലോഗ് PI നമുക്ക് എന്തായിട്ട് എഴുതാം? ലോഗ് P0/PI. അതാണ് നമ്മൾ അടുത്തതിൽ എഴുതാൻ പോണത്. കണ്ടോ? ലോഗ് P0/PI = -α L. ആ ലോഗ് P0 - ലോഗ് PI നമുക്ക് ലോഗ് x/y പോലെ എഴുതാം. അതാണ് ലോഗ് P0/PI = -α L എന്ന് പറഞ്ഞു. ഇനി അതിൽ -α നമുക്ക് L അങ്ങോട്ട് എടുക്കാം. അപ്പം എന്തോരും 1/L വരും. അപ്പം -α = 1/L ലോഗ് P0/PI. കാരണം അവിടെ L ന്യൂമറേറ്റർ. അപ്പം അത് അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ എന്തോരും മൾട്ടിപ്ലിക്കേഷൻ താഴോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആയിട്ട് മാറും. അങ്ങനെ 1/L ലോഗ് P0/PI വന്നത്. ഇനി നമുക്ക് ആ നെഗറ്റീവ് സൈൻ കളയാം. നെഗറ്റീവ് സൈൻ കളയണമെങ്കിൽ
ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുക. P0/Pi നമുക്ക് എന്തായിട്ട് തിരിച്ചിടാം, Pi/P0 ആക്കാം. അപ്പം ആ നെഗറ്റീവ് സൈൻ പോകും. Therefore ആൽഫ ഈക്വൽ ടു 1/L log Pi/P0. കണ്ട് ഇത്ര നേരം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരുന്നു. അതിൽ ആ നെഗറ്റീവ് വന്നുകൊണ്ട് ആ നെഗറ്റീവ് തിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, Pi/P0 എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമുക്ക് അറിയാം അറ്റുനേഷൻ എപ്പോഴും ഡെസിബൽ/കിലോമീറ്ററിലല്ലേ എഴുതേണ്ടത്. അപ്പം അതുകൊണ്ട് 10 എന്ന് പറഞ്ഞ് എഴുതി. ആൽഫ ഈക്വൽ ടു 10/L log Pi/P0. ഇവിടെ ഇപ്പോൾ ഐഡിയൽ ഫൈബർ ആണെങ്കിൽ ഒരു ഐഡിയൽ ഫൈബറിൽ പവർ ലോസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ Piയും Poയും സെയിം ആയിരിക്കും. അപ്പം ലോഗ് 1 എന്താ 0. അങ്ങനെ ആൽഫ 0 ആണെങ്കിൽ അവിടെ അറ്റുനേഷൻ ഇല്ല. നമ്മൾ ഇന്ന് പഠിച്ചത് ഫുള്ള് കട്ട് ഓഫ് ഫ്രീക്വൻസി, നമ്പർ ഓഫ് മോഡ്സ് ഒക്കെ പഠിച്ചു. അതിൻ്റെ 3 ഇക്വേഷൻസ് പഠിച്ചു, ലോസസ് പഠിച്ചു, അറ്റുനേഷൻ എന്താണെന്ന് അറിയാം, അതിൻ്റെ പ്രോബ്ലം അതിൻ്റെ ഡെറിവേഷൻ ഒക്കെ പഠിച്ചു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം, അത് ഞാൻ ചെയ്യിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡിയന്റ് ഇൻഡെക്സും പറയാം. അതിൽ ഫൈബർ ഒപ്റ്റിക്സ് ആപ്ലിക്കേഷൻ, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇമേജ് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇടാം. നിങ്ങൾ വായിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് നോട്ട് ഉണ്ടാക്കുക. അത് ഭയങ്കര സിമ്പിളാണ്. ആ നോട്ട് ഉണ്ടാക്കുക. ദെൻ നമ്മുടെ ക്ലാസ് ഈ വീക്കിൻ്റെ ഉള്ളിൽ തീരും. ഇത് മോഡ്യൂൾസ് 2 മോഡ്യൂൾ തീരും, ലേസറും ഒപ്റ്റിക്കൽ ഫൈബറും തീരും. നമുക്ക് എന്നിട്ട് അടുത്ത മോഡ്യൂൾ പഠിക്കാം. താങ്ക് യു.